ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അമ്മിക്കല്ലിൽ അരച്ച് രുചികരമായ ഉരുളക്കിഴങ്ങ് തീയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പം ചൂടായ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തേങ്ങ നന്നായി വറുത്തെടുക്കണം. നന്നായിട്ട് മൂത്ത് ഇതേപോലെ വറുത്തെടുത്ത തേങ്ങയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി അതും ആവശ്യത്തിന് ഇട്ട് നന്നായി ഇളക്കണം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി എന്നാണ് എടുത്തിരിക്കുന്നത്. നന്നായി വറുത്തെടുക്കുക. ഒരുപാടങ്ങ് കറുത്ത് പോവരുത്. വറുത്തെടുത്ത തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും പുളിയും വെച്ച് നന്നായി അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് വറുക്കണം. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടണം. നമ്മുടെ ഈ ചട്ടി ആയതുകൊണ്ട് അടുപ്പത്ത് വെച്ചതുകൊണ്ടും അത് ചൂടാവാൻ ഇച്ചിരി ലേറ്റാവും. ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ തട്ടി നന്നായിട്ട് ഇളക്കണം. ഒരു കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പാചകമെല്ലാം ഒരേ കയ്യിലാണ് പാചകമെല്ലാം ചെയ്യുന്നത്. അതിൻ്റേതായ മിസ്റ്റേക്കുകൾ കാണും. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. നന്നായി ഉരുളക്കിഴങ്ങ് വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക. അമ്മിക്കല്ലിൽ അരച്ചത് കൊണ്ടാണ് അരക്ക് നല്ല തിക്കായിട്ടിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിക്കുക. നമ്മൾ ഈ മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം അതിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് അരച്ചാണ് എടുക്കുന്നത്. പക്ഷെ അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ അങ്ങനെ അരയ്ക്കാൻ പറ്റില്ല. നന്നായി അരപ്പ് യോജിക്കാൻ ഒരു ഇച്ചിരി സമയമെടുക്കുക. അതേപോലെ നന്നായി ഇളക്കി കൊടുത്ത് അരപ്പ് യോജിപ്പിക്കുക. ഈ തീയൽ അമ്മിക്കല്ലിൽ അരച്ചുണ്ടാക്കിയാൽ മാത്രമേ രുചിയുള്ളൂ എന്നില്ല കേട്ടോ. മിക്സിയിൽ അരച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇവിടെ ഇന്ന് കറണ്ടില്ല, രാവിലെ പോയതാണ്. അപ്പോൾ കറണ്ട് ഇനി വൈകുന്നേരം 6 മണിക്കേ വരുള്ളൂ. അതുകൊണ്ടാണ് അമ്മിക്കല്ലിൽ അരച്ച്. ഞങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മിക്കല്ലാണ് ഞങ്ങളുടെ ആശ്രയം. എല്ലാം അതിൽ തന്നെയാണ് അരയ്ക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് തിക്കായിട്ടിരിക്കുന്നത് ഇവിടെ ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കും. അങ്ങനെ രുചികരമായ എൻ്റെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾ ഏത് കറിയും വെന്ത് നന്നായിരിക്കും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.